ഏതാണ്ട് 2 വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്ര, ആ യാത്രയിൽ ഞാൻ സഞ്ചരിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയക്കാരുടെ ഇഷ്ടവിഭവം. ഈ BJPയോട് അനുകൂലമായിട്ടുള്ളതൊന്നും കാണാത്ത, BJPക്ക് എതിരായിട്ടുള്ളത് മാത്രം കാണുന്ന പരിപാടിക്കാർ, അങ്ങനെ ഒരാൾ എന്താ മുരളിയേട്ട നമ്മളെല്ലാവരും നോക്കുന്നത്, അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ കേട്ടു. കേന്ദ്ര ഏജൻസി അറിഞ്ഞില്ലേ ഇതൊന്നും എന്നും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സംഗതിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. BJP നേതാക്കൾ സെൽഫ് ഗോൾ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, അതാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് പിടിയിലായിട്ടുള്ള ഒരു യുവതി അവരെന്റെ അഭിമുഖം, അതായത് ചാനലുകാരുടെ ഭാഷയിൽ ബൈറ്റ് എടുത്തു. അതാണ് പ്രശ്നം. ഒന്നാമത്തെ കാര്യം, വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി മാധ്യമ പ്രവർത്തകരും വ്ളോഗർമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് എല്ലാവരും തന്നെ എൻ്റെ പ്രതികരണം തേടി. അതിലൊരാൾ മാത്രമാണ് ഈ പറയുന്ന വിവാദ വനിത. ഇവര് തെലങ്കാനയിലും വന്ദേ ഭാരത് ഉദ്ഘാടന യാത്രയിൽ കയറിക്കൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള ടൂറിസം അവരുടെ പ്രൊമോഷന് വേണ്ടി ഈ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്ന രീതിയെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അതിനു വേണ്ടിയിട്ട് പണം ചെലവാക്കിയതിനാണ് ചോദ്യം ചെയ്തത്. മന്ത്രി അറിഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നതല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയായിരിക്കും, പ്രൊമോഷന് വേണ്ടി വരുന്ന എല്ലാവരെയും മന്ത്രി അറിയണം എന്നില്ല. പക്ഷേ മന്ത്രിക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഇവരെ വിളിച്ചു കൊണ്ടുവന്നത് ആരാണ് എന്ന് മന്ത്രിക്ക് അറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ഏജൻസി, അങ്ങനെ ഒരു ഏജൻസിയാണ് ഈ ബ്ലോഗറെ കേരള ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്നത് എന്നാണ്. ഇവരുടെ പശ്ചാത്തലമൊന്നും പരിശോധിക്കാതെ നിരുത്തരവാദപരമായി ആ ഏജൻസി കൊണ്ടുവന്നു. യാത്ര, ഭക്ഷണം, താമസം തുടങ്ങിയിട്ടുള്ള എല്ലാ ചെലവുകളും, ദൃശ്യങ്ങൾ പകർത്താനുള്ള അവസരം, ഇതെല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്തു കൊടുത്തത്. ഇതെല്ലാം ചെയ്തത് ഈ സ്വകാര്യ ഏജൻസിയെ വിശ്വസിച്ചുകൊണ്ടാണ്. എനിക്ക് സർക്കാരിനോടുള്ള ചോദിക്കാനുള്ളത്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ഏജൻസിയെ കരിമ്പട്ടികയിൽപ്പെടുത്തുമോ എന്നാണ്. പരസ്യമായ സ്ഥലത്ത് പ്രതികരണം കൊടുത്ത എന്നെ ആക്രമിക്കുന്നവർ ഈ സ്വകാര്യ ഏജൻസിയുടെ റോളിനെ കുറിച്ച് എന്താ മിണ്ടാത്തത്? ആ ഏജൻസിക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രൊമോഷൻ ചുമതല കൊടുക്കുന്നത് അവസാനിപ്പിക്കണ്ടേ? അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? ടൂറിസം മന്ത്രിയെ പിന്തുണക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് കൂടിയാണ് എന്റെ ചോദ്യം. ചാരവനിതയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന സ്വകാര്യ പരസ്യ കമ്പനിയെ വിലക്കണം എന്നെങ്കിലും പ്രതിപക്ഷം ആവശ്യപ്പെടുമോ? അതോ മന്ത്രിക്ക് കൊടുത്ത അതേ പിന്തുണ ഈ പരസ്യ കമ്പനിക്കും പ്രതിപക്ഷ നേതാവ് നൽകുമോ? എന്നെ കല്ലെറിയുന്ന മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങളിൽ പലരുടെയും സുഹൃത്തുക്കളായിട്ടുള്ള ഈ പരസ്യ കമ്പനിയെ പിന്തുണയ്ക്കുകയാണോ എന്നറിയാനും എനിക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ തൽക്കാലം ഇത്രമാത്രം, ബാക്കി പിന്നെ.